ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് കുട്ടികളുടെ സൂംബ ഡാൻസ് ഒരുക്കി സർക്കാർ. ലഹരിക്കെതിരായ ആദ്യ ചുവടുവയ്പ്പാണിതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ മുഖം പതിച്ചുള്ള ടീ-ഷർട്ടുകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തത് കോൺഗ്രസ് അനുകൂല സംഘടനകൾ വിവാദമാക്കിയിരുന്നു. ലഹരിക്കെതിരെ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് 1500-ലധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരത്ത് സൂംബ ഡാൻസ് സംഘടിപ്പിച്ചത്. കുടുംബത്തോടൊപ്പം എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കുട്ടികളുടെ കായികവും മാനസികവുമായ ഉല്ലാസത്തിനാണ് സൂംബയെന്നും കുട്ടികൾ ഉന്മേഷത്തോടെ സ്കൂളിൽ നിന്നും മടങ്ങിയാൽ അവരെ സ്വാധീനിക്കാൻ മറ്റു സംഘങ്ങൾക്ക് കഴിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉണർവ് ലഭിക്കും, അവരുടെ ക്ഷീണമകലും മടുപ്പ് മാറും. ഉഷാറായ നിലയിൽ കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങണം. അങ്ങനെ വന്നാൽ അരുതാത്ത ശീലങ്ങൾ പടർത്താൻ ശ്രമിക്കുന്നവർക്ക് കുട്ടികളെ സ്വാധീനിക്കാനാവില്ല. ലഹരിക്കെതിരായി നടന്ന ഉന്നതതല യോഗത്തിലാണ് സൂംബ പരിശീലനം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. പിന്നാലെ ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും സന്തോഷത്തിലാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം. പ്രത്യേകിച്ച് കോകരിക്കുലർ ആക്ടിവിറ്റിയിലൊന്നും പങ്കെടുക്കാതിരിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു ചാൻസ് ആയിരിക്കും. അതേസമയം വിദ്യാർത്ഥികളുടെ സൂംബ ഡാൻസിന് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ച ടീഷർട്ട് നൽകിയ നടപടിക്കെതിരെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. കുട്ടികളെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നത് അപലപനീയമാണെന്നും ടീഷർട്ട് പിൻവലിക്കണമെന്നും KPSTA ആവശ്യപ്പെട്ടെങ്കിലും ഇതിന് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.